+2 സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ അധികവും ഡോക്ടറോ എഞ്ചിനീയറോ ആകാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നമ്മുടെ എവിടെ നോക്കിയാലും അവർ തന്നെയാണ് അധികവും. കുറേ എണ്ണം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നാട്ടിലെ വിവിധ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളിലും മറ്റിടത്തും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അധികവും പുറത്ത് പോകാൻ, വിദേശത്ത് പോകാനാണ് ഒട്ടുമിക്ക കുട്ടികൾക്കും താല്പര്യം. വിദേശത്ത് പോയി വിദേശത്ത് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുക. എന്നാൽ നാട്ടിൽ ഇന്ന് പല സ്പെഷ്യൽ ഡോക്ടർമാരും ലാബും അതിനോട് ചേർന്ന് സ്വന്തം ക്ലിനിക്കൊക്കെ നടത്തുന്നത് ധാരാളമായി കാണുന്നു. നേരത്തെ സാധാരണ ഒരു MBBS ഡോക്ടർമാരൊക്കെയാണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് വളരെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരാണ് ഈ മെഡിക്കൽ ലാബുകൾ അതിനോട് ചേർന്ന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി പോരുന്നത്. ഒട്ടേറെ സ്ഥലത്ത് റൂമൊക്കെ എടുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ രോഗികൾക്ക് സ്വകാര്യ പ്രാക്ടീസ് കൊടുക്കുന്ന ഒത്തിരി ഡോക്ടർമാരെ നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർമാരുടെ എണ്ണത്തിന് യാതൊരു ക്ഷാമവുമില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. കൂണുകൾ പോലെ നിറയെ ഡോക്ടർമാരിങ്ങനെ മുളച്ചു പോകുന്നു. ഓരോ ദിവസവും ഡോക്ടർമാരുടെ എണ്ണം പല സ്ഥലത്തും പുതിയ പുതിയ ക്ലിനിക്കുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്നുന്ന ഒരവസ്ഥ. എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ, ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഡോക്ടേഴ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും. എന്നാൽ ഈ ഡോക്ടർമാരൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിലും ചിലരിങ്ങനെ കുത്തിക്കൊല്ലുന്ന ഫീസ് വാങ്ങുന്നതല്ലാണ്ട് നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ തരുന്ന ഡോക്ടർമാർ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതിനൊരു സേവന മനോഭാവത്തോടെ കാണുന്ന ആളുകൾ വളരെ കുറച്ച് പേരുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അധികം ആളുകളും ചെല്ലുന്നവരെ പിഴിയുക, അവരെ മാക്സിമം പിഴിയുക എന്നുള്ളതല്ലാതെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നടക്കുന്ന ഈ അവസ്ഥ അതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിന് പുറമെ ഈ സ്വന്തമായിട്ട് ഡോക്ടർമാർ ക്ലിനിക്കുകൾ ഇട്ടിരിക്കുന്നതും ധാരാളമുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ചെല്ലുന്ന ആളുകളെ മാക്സിമം പിഴിഞ്ഞെടുക്കുക, അവരെ ഊറ്റാവുന്നതിനെ മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് പല ഡോക്ടർമാരുടെയും ഇന്നത്തെ കാര്യം. അവർ ഒരു സേവന മനോഭാവമുള്ളവർ വളരെ കുറച്ച് പേരെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഡോക്ടർമാരെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുണ്ടായാൽ പല രോഗികൾക്കും പല രോഗങ്ങൾക്കും മുക്തി കിട്ടും. ഇത് ഓപ്പറേഷൻ വേണ്ടാത്ത രോഗികളെ ഓപ്പറേഷൻ ചെയ്യാനും, ബ്ലഡ് ടെസ്റ്റ് വേണ്ടാത്ത രോഗികൾക്ക് 100 കണക്കിന് ബ്ലഡ് ടെസ്റ്റുകൾ എഴുതി കൊടുക്കാനും ഉള്ളൊരു മനോഭാവത്തോടെ ഡോക്ടർമാരിരുന്നാൽ അവിടെ ചെല്ലുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും? പലപ്പോഴും പലരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ലോബികളുടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ക്രൂരമായ നടപടികൾ കൊണ്ട് തന്നെയാണെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ സാധാരണ ജനങ്ങളൊന്നും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പൈസ ഉണ്ടെങ്കിൽ കൂടിയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആളുകൾ ധാരാളം കൂടി വരുന്നതിൻ്റെ കാരണം ഒരർത്ഥത്തിൽ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.